നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗൾഫ് ഫോക്സിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യ പരിശോധന പൂർത്തിയായി. മോശമായ കാര്യം താൻ പറഞ്ഞിട്ടില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ പരിശോധനയ്ക്കായി ആവർത്തിച്ചു. ഒന്നുമില്ല, ഡബിൾ മീനിങ്. ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു, അതിന്റെ പേരിലുള്ള കേസാണ് ഇത്. ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു എന്നുള്ള, നമ്മള് മോശമായ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം. വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂർ രാത്രിയാണ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചത്. ബോബി ചെമ്മണ്ണൂരിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഐഫോൺ ഫോറൻസിക് വിഭാഗം പരിശോധിക്കും. വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുന്നു. അമൽ, വയനാട്ടിൽ നിന്ന് കസ്റ്റഡി എടുക്കുന്നു, കൊച്ചിയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു. നാളെ എപ്പോഴേക്ക് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസിലെ തുടർ നടപടികൾ ഇനി എന്തൊക്കെയാണ്? ഫോണടക്കം പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധന അയച്ചിട്ടുണ്ട്. ആകെ കുരുക്ക് മുറുക്കാൻ തന്നെയാണോ പോലീസ് തീരുമാനം? അക്ഷരാർത്ഥത്തിൽ സുഹേൽ, ബോബി ചെമ്മണ്ണൂരിന്റെ കുരുക്ക് മുറുകുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയധികം കോലാഹലങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷവും ബോബി ചെമ്മണ്ണൂർ തന്റെ ഒരു കൂസലില്ലാത്ത പ്രകൃതത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഹണി റോസിനെതിരെ താൻ ഒരു തരത്തിലുള്ള തെറ്റായ പരാമർശവും നടത്തിയിട്ടില്ല എന്നുള്ള തന്റെ മുൻ വാദഗതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സമീപനമാണ് ബോബി ചെമ്മണ്ണൂർ ഇന്ന് മുഴുവൻ എടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ ചടുലമായൊരു നീക്കമായിരുന്നു വയനാട്ടിലെ 1000 ഏക്കർ എന്ന ബോബി ചെമ്മണ്ണൂരിന്റെ റിസോർട്ടിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇന്ന് കണ്ടത്. അതിനുശേഷം വയനാട്ടിൽ നിന്ന് അതിവേഗത്തിൽ തന്നെ പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാത്രി 7:30 അടുപ്പിച്ചാണ് ബോബിയുമായിട്ടുള്ള സംഘം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയത്. വലിയൊരു ജനാവലിയും മാധ്യമ പടയുമാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ കാത്തിരുന്നത്. അതിനുശേഷം മാധ്യമങ്ങളോടെ എല്ലാം തന്റെ സ്വരസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പ്രതികരിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ സ്റ്റേഷനിലേക്ക് ഉള്ളിലേക്ക് പോവുകയായിരുന്നു. രാത്രി വൈകി തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെ പിന്നീട് ഇവിടുത്തെ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വൈദ്യപരിശോധന പൂർത്തിയായി. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിനെ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതായാലും നാളെ മാത്രമേ ബോബി ചെമ്മണ്ണൂരിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വൈദ്യപരിശോധന കൂടി ചിലപ്പോൾ രാവിലെ ഉണ്ടായേക്കാം എന്നൊരു വിവരവും, സ്ഥിരീകരിക്കാത്ത വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനെ സംബന്ധിച്ച് പിന്നീട് ഹണി റോസിന്റെ ഭാഗത്ത് നിന്ന് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിന്റെ ഫാൻസ് അസോസിയേഷനും ഫാൻസും എല്ലാം ബോബി ചെമ്മണ്ണൂരിന്റെ ഒപ്പം തന്നെയുണ്ട്. അവർ ബോബി ചെമ്മണ്ണൂരിന് ഒരു വേള ഈ കീജെ വിളിക്കുന്ന ഒരു സാഹചര്യം, മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഏതായാലും ബോബി ചെമ്മണ്ണൂരിന്റെ കുരുക്ക് മുറുകുമ്പോഴും അമിത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബോബിയും ബോബിയുടെ ഫാൻസും. സുഹേൽ, ശരി. ബോബി ചെമ്മണ്ണൂർ നാളെ മജിസ്ട്രേറ്റ് മുന്നായി കോടതിക്ക് മുന്നേ ഹാജരാക്കും. പിന്നീടായിരിക്കും മറ്റു തീരുമാനങ്ങൾ. ഒരു അപകട വാർത്തയോട് വരുന്നു. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 3 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. വൈകുണ്ഠ ഏകാദശി ദർശന കൂപ്പൺ വിതരണത്തിനിടെയാണ് അപകടം. ആളുകൾ കൂട്ടത്തോടെ കൂപ്പൺ വാങ്ങാൻ ഇടിച്ചു കയറുകയായിരുന്നു. മുഹമ്മദ് റയീസ് ചെന്നൈയിൽ ചെയ്യുന്നു. റഹീസ, മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേർ ഇപ്പോഴും ചികിത്സയിലുണ്ടോ? സുഹൈൽ, വലിയൊരു ദുരന്തമാണ് ഈ തിരുപ്പതി ക്ഷേത്ര കൗണ്ടറിൽ ഉണ്ടായിരിക്കുന്നത്. വൈകുണ്ഠ ഏകാദശി ടോക്കൺ വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ കൗണ്ടറിലെ തിക്കും തിരക്കിലും പെട്ടാണ് ഇപ്പോൾ 6 പേർ മരിച്ചിരിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത. കാരണം ഏതാണ്ട് 20-ലധികം പേർ കാര്യമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പ്രധാനമന്ത്രി ഈ സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അടിയന്തര യോഗം വിളിച്ച് ഉടൻ തന്നെ കൂടുതൽ പോലീസുകാരെയും ഒപ്പം തന്നെ വൈദ്യ സഹായവും ഒക്കെ ഈ പ്രദേശത്ത് എത്തിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അദ്ദേഹം നാളെ തന്നെ തിരുപ്പതിയിലെത്തും. നിലവിൽ അറിയുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ മറ്റന്നാളാണ് ഏകാദശി നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ടോക്കൺ വിതരണത്തിനായി നിരവധി കൗണ്ടറുകൾ സജ്ജീകരിച്ചിരുന്നു. 92 കൗണ്ടറുകളാണ് ആകെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ അപകടം നടന്ന പ്രദേശത്തായി 9 കൗണ്ടറുകളാണുള്ളത്. അപ്പോൾ ഈ പ്രദേശത്ത്, അതായത് നാളെ രാവിലെ 5 മണിയോടുകൂടി മാത്രം ടോക്കൺ വിതരണം ചെയ്യാൻ തുടങ്ങേണ്ട ഒരു സ്ഥലത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ ആളുകൾ തിക്കും തിരക്കും കൂട്ടിയിരുന്നു. ഒരു പരിധി കഴിഞ്ഞതോടെ പോലീസ് ഇവരെ കയറ് കെട്ടി നിയന്ത്രിച്ചു, അല്ലെങ്കിൽ വടം കെട്ടി നിയന്ത്രിച്ചു എന്ന് പറയാം. ശേഷം ഈ ക്യൂവിൽ നിന്ന പലർക്കും ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് പലരെയും തിരിച്ചു പുറത്തിറക്കാനായി ഈ കയർ തുറക്കുന്നതിനിടയിലാണ് ഈ പലരും ഇടിച്ച് അകത്തേക്ക് കയറിയത്. അതോടുകൂടി വലിയ തിക്കും തിരക്കുമാണ് ഈ പ്രദേശത്തുണ്ടായത്. അങ്ങനെ 2 ഇടത്ത് ഇത്തരത്തിൽ തിക്കും തിരക്കും ഉണ്ടായി. ആകെ 6 പേരാണ് മരിച്ചിരിക്കുന്നത്. അതിൽ 3 പേർ സ്ത്രീകളാണ്. ഒപ്പം തന്നെ 26 വയസ്സുള്ള ഒരു യുവാവും മരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്.
നിലവിലുള്ള സൂചന പ്രകാരമാണ് എങ്കിൽ മരണസംഖ്യ അത് ഉറപ്പായും ഉയരും എന്നുള്ള തരത്തിലുള്ള ദുഃഖകരമായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നേരത്തെ കഴിഞ്ഞ വർഷം വരെയൊക്കെയും ഇത് മലമുകളിലായിരുന്നു, ഏതാണ്ട് ക്ഷേത്രത്തിന് അടുത്ത് വെച്ചായിരുന്നു ഇത്തരത്തിൽ ടോക്കൺ വിതരണം ചെയ്തിരുന്നത്. പക്ഷേ ഇത്തവണ ഇത് താഴേക്ക് ഇറക്കി പല കൗണ്ടറുകളിലായി ടോക്കൺ വിതരണം ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ പല കൗണ്ടറുകളിലും മതിയായ പോലീസ് സുരക്ഷ ഉണ്ടായില്ല. ഈ പോലീസ് സുരക്ഷ ഉണ്ടാകാത്തതാണ് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും അവശനിലയിൽ കഴിയുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യമൊക്കെ അനുഭവപ്പെടുന്ന പലരും ഈ പ്രദേശത്തുണ്ട്. കൂടുതൽ ആംബുലൻസുകൾ സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഡോക്ടർമാരെ ഈ കൗണ്ടറുകളുടെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ട് ആളുകളെ പരിശോധിപ്പിക്കുന്ന ഒരു നിലയും തുടരുകയാണ്. എന്തായാലും മരണസംഖ്യ ഉയരാതിരിക്കാൻ പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. സുഹൈൽ. ശരി, മരണസംഖ്യ ദുരന്തത്തിൽ ഉയരുകയാണ്. 6 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കൂടുതൽ പേർ ചികിത്സയിലാണ്. അങ്ങേയറ്റം ദാരുണമായ അപകടമാണ് ആന്ധ്രയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ കയറിയ കുട്ടിക്ക് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് പൊള്ളലേറ്റു. ചിറക്കൽ സ്വദേശി നിഹാലിനാണ് പൊള്ളലേറ്റത്. കണ്ണൂർ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. അരുൺ പൂപ്പറമ്പ കണ്ണൂർ ചെന്നു. അരുൺ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് സംഭവിച്ചത്? സുഹൈൽ, ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം എന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ ഈ ചരക്ക് ട്രെയിൻ നിർത്തിയിട്ടിരുന്നു, ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടിരുന്നു. അതിന് മുകളിൽ കയറി നിന്നു ഈ നിഹാൽ എന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. അതിനിടെ ഈ ഹൈടെൻഷൻ ലൈനിൽ നിന്നും ഈ ഷോക്കേൽക്കുകയായിരുന്നു. ശരീരമാസകലം പൊള്ളലേറ്റിട്ടുണ്ട്. ആദ്യം അവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സ ആവശ്യം വന്നതോടെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിറക്കൽ സ്വദേശിയായിട്ടുള്ള നിഹാലിനാണ് ഗുരുതരമായിട്ട് തന്നെ പൊള്ളലേറ്റത്. എന്തിനാണ് ഈ ചരക്ക് ട്രെയിനിന്റെ മുകളിൽ കയറി നിന്നത് എന്നെ സംബന്ധിച്ച് നിലവിലൊരു വ്യക്തതയില്ല. അത് റെയിൽവേ പോലീസ് അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം എന്തായാലും ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. എന്തായാലും ദാരുണമായ സംഭവമാണ്. ശരീരമാസകലം പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ, ഈ കുട്ടിയുടെ കൂടെ രക്ഷിതാക്കളൊന്നും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. റെയിൽവേ അതിലെന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ? കുട്ടി എങ്ങനെ ഈ ഗുഡ്സ് ട്രെയിനിന്റെ മുകളിലേക്ക് കയറി എന്നതോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം തരുന്നുണ്ടോ? അപ്പോൾ സുഹൈല്, ഈ 17കാരൻ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. സമീപവാസികളായിട്ടുള്ള ചില നാട്ടുകാരൊക്കെയാണ് ഈ പൊള്ളലേറ്റ നിലയിൽ ഈ നിഹാലിനെ കണ്ടത്. നിഹാലിനൊപ്പം ആ സമയത്തും മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തിനാണ് ഈ ട്രെയിനിന് ഈ ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ കയറി നിന്നത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല. ഈ ഹൈടെൻഷൻ ലൈൻ ഉള്ളതൊക്കെ അറിയാതെ കയറി നിന്നതാണോ എന്ന സംശയമൊക്കെയാണ് റെയിൽവേ പോലീസ് എന്തായാലും പങ്കുവെക്കുന്നത്. അത് സംബന്ധിച്ചൊരു പരിശോധനയും അന്വേഷണവും റെയിൽവേ പോലീസ് നടത്തുന്നുമുണ്ട്. ശരി, പൊള്ളലേറ്റ നിഹാൽ ഇപ്പോഴും ചികിത്സയിലാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ ട്രെയിനിന്റെ മുകളിൽ കയറിയതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അരുൺ പൂപ്പറമ്പാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രിയ പ്രേക്ഷകർ തുടരും. ഗൾഫ് ഫോക്കസ് തുടരുന്നു. വ്യക്തിഗത ഡ്രോൺ ഉപയോഗത്തിനുള്ള വിലക്ക് എടുത്തു കളഞ്ഞു UAE. ഉപാധികളോടെയാണ് നിയന്ത്രണം നീക്കിയത്. ഉപാധികൾ UAE ഡ്രോൺ ആപ്ലിക്കേഷനിലും വെബ്സൈറ്റും ലഭ്യമാക്കിയതായും അധികൃതർ അറിയിച്ചു. എന്നാൽ ദുബായിൽ വിലക്ക് തുടരും. പകൽ സമയത്തും നല്ല കാലാവസ്ഥയിൽ മാത്രമേ ഡ്രോണുകൾ പറത്താവൂ, 5 കിലോഗ്രാമോ അതിൽ കുറവോ ഭാരമുള്ള ഡ്രോണുകൾ മാത്രമേ പ്രവർത്തിപ്പിക്കാവൂ എന്നതുൾപ്പെടെയുള്ള കർശന ഉപാധികളോടെയാണ് അധികൃതർ നിയന്ത്രണം നീക്കിയത്. ഡ്രോണുകളുടെ ഉപയോഗത്തിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ UAE ഡ്രോൺ ആപ്പിലൂടെയും drones.gov.ae എന്ന ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റിലൂടെയും ലഭ്യമാക്കിയിട്ടുണ്ട്. ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ഈ ആപ്ലിക്കേഷനിലോ വെബ്സൈറ്റിലോ കയറി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണം. 16 വയസ്സ് കഴിഞ്ഞ അംഗീകൃത പരിശീലന കേന്ദ്രത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ ആർക്കും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഫോട്ടോ, വിസ പേജ്, ലൈസൻസ് കോപ്പി എന്നിവ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. 100 ദിർഹമാണ് രജിസ്ട്രേഷൻ തുക. കൂടാതെ ഉപയോഗിക്കുന്ന ഡ്രോണിന്റെ വിവരങ്ങളും നൽകണം. ഗ്രീൻ സോണുകൾക്കുള്ളിൽ മാത്രമായിരിക്കണം ഡ്രോണുകൾ പറപ്പിക്കേണ്ടത്. വിമാനത്താവളങ്ങൾ, ഹെലിപോർട്ടുകൾ, എയർഫീൽഡുകൾ എന്നിവയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോൺ പറത്തുന്നത് നിരോധിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ദുബായിൽ വിലക്ക് തുടരുമെന്ന് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇക്കാര്യം വ്യക്തമാക്കി എമിറേറ്റിലെ വിവിധ താമസക്കാർക്ക് ഇമെയിലും അയച്ചിട്ടുണ്ട്. വിലക്ക് നീക്കിയാൽ ഇക്കാര്യം അറിയിക്കുമെന്നും എമിറേറ്റിലെ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും DCAA അറിയിച്ചു. 24 ദുബായ്. പ്രവാസി പ്രശ്നങ്ങളിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് UAEയിൽ നിന്നുള്ള പ്രവാസി സംഘടനാ പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി S ജയശങ്കറിനുമാണ് നിവേദനം സമർപ്പിച്ചത്. വിമാന ടിക്കറ്റ് വർധന ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം.
ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രവാസി പ്രശ്നങ്ങളിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് പ്രവാസി സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടത്. ഭുവനേശ്വറിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സംഘം. വിമാനയാത്രക്കാരുടെ വിവരങ്ങൾ 24 മണിക്കൂർ മുമ്പ് കസ്റ്റംസിന് കൈമാറണമെന്ന ചട്ടം പുനഃപരിശോധിക്കണമെന്നും വിമാന ടിക്കറ്റിലെ വർധനവിൽ ഇടപെടണമെന്നും സംഘം ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും സംഘടനാ പ്രതിനിധികൾ നിവേദനം സമർപ്പിച്ചു. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസ് 18ാമത്തെ എഡിഷൻ ഇന്ന് തുടങ്ങുകയാണ്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധികളായ ഞങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, ഈ കസ്റ്റംസ് സംബന്ധമായ ഇന്ത്യ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്ന പുതിയ കാര്യങ്ങൾ, അതിന്റെ ഡീറ്റെയിൽസ് അറിയിക്കാനും അതോടൊപ്പം അത് പ്രവാസികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ ചെയ്തു തരണമെന്ന റിക്വസ്റ്റുമായിട്ടാണ്. അതിന്റെ ഒരു മെമ്മോറാണ്ടം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ മെമ്മോറാണ്ടമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നമ്പർ 2, പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രശ്നമുള്ള നമ്മുടെ യാത്രാ സംബന്ധമായ കാര്യങ്ങൾ, അതിൽ എയർലൈൻസ് എടുക്കുന്ന നിലപാടുകൾ, അത് സംബന്ധമായ കാര്യങ്ങൾ ഞങ്ങൾ ശ്രീ ജയശങ്കറുമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. മൂന്നാമതായി, പ്രവാസികളുടെ കുട്ടികളുടെ പഠനത്തിന്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ, അത് സംബന്ധമായുള്ള വിസ സംബന്ധമായുള്ള മറ്റ് തട്ടിപ്പുകൾ, ആ തരത്തിലൊക്കെ ഞങ്ങളുടെ കയ്യിൽ മെമ്മോറാണ്ടം ഉണ്ട്. വിദേശത്ത് വെച്ച് മരിക്കുന്ന പ്രവാസികളുടെ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിന് എയർ ഇന്ത്യ വാങ്ങുന്ന ഉയർന്ന നിരക്കിൽ ഇടപെടണമെന്നും പ്രവാസികൾ നിവേദനത്തിൽ വ്യക്തമാക്കി. മൃതദേഹം കൊണ്ടുപോകുന്നതിന് എയർ അറേബ്യ 1910 ദിർഹം വാങ്ങുമ്പോൾ 3500 ദിർഹത്തോളമാണ് എയർ ഇന്ത്യ വാങ്ങുന്നത്. മൃതദേഹങ്ങൾ സൗജന്യമായി ഇന്ത്യയിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ സംഘം ആവശ്യപ്പെട്ടു. 24 ദുബായ്. പ്രഭാത വ്യായാമ കൂട്ടായ്മയായ MEX 7 ദമാം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാനസികാരോഗ്യവും ബിസിനസ്സും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ആലിക്കുട്ടി ഒളവട്ടൂർ അധ്യക്ഷത വഹിച്ചു. MEX 7 മുഖ്യ പരിശീലകരും ചീഫ് കോർഡിനേറ്ററുമായ അഷ്റഫ് കൊണ്ടോട്ടി വ്യായാമത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി വിവരിച്ചു. സൈക്കോളജി കൺസൾട്ടന്റും മോട്ടിവേഷണൽ സ്പീക്കറുമായ റുഷ്ന അബ്ദുള്ള ബിസിനസ്സും മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. സൗദി ചാരിറ്റി റണ്ണിൽ പങ്കെടുത്തവർക്കുള്ള MEX 7 ഉപഹാരവും ചടങ്ങിൽ സമ്മാനിപ്പിച്ചു. സലാം ചെലേംബ്ര, നിയാസ്, OP ഹബീബ്, സിറാജ്, ഷിഹാബ്, അനീസ്, വലീദ്, അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ജിദ്ദയിൽ വേങ്ങര മണ്ഡലം KMCC സംഘടിപ്പിച്ച വൈബറ്റ് വേങ്ങര 2025 വൻ ജനപങ്കാളിത്തം. വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. പായസം, പാചകം, മെഹന്തി തുടങ്ങിയ മത്സരങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു. കുട്ടികൾക്കായി കളറിംഗ്, പെൻസിൽ ഡ്രോയിങ് മത്സരങ്ങൾ തുടങ്ങിയവയും വിവിധ ഗെയിമുകളും ഉണ്ടായിരുന്നു. മണ്ഡലത്തിലെ പഞ്ചായത്ത് കമ്മിറ്റികൾ തമ്മിൽ വടംവലി, ഷൂട്ടൌട്ട് മത്സരങ്ങളും നടന്നു. വിവിധ നൃത്തങ്ങളും സംഗീത പരിപാടികളും ഉണ്ടായിരുന്നു. EV നാസറിന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. നാസർ മമ്പറം സ്വാഗതവും നൌഷാദ് അലി പറപ്പൂർ നന്ദിയും പറഞ്ഞു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവാസി സംഘടനയായ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ മക്ക സെൻട്രൽ കമ്മിറ്റി നിലവിൽ വന്നു. OIC സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ജാവേദ് മിയാൻദാദിന്റെ അധ്യക്ഷതയിൽ മക്ക അസീസിൽ ചേർന്ന നിർവാഹക സമിതി യോഗത്തിലാണ് കമ്മിറ്റി നിലവിൽ വന്നത്. ജാവേദ് മിയാൻദാദിനെ സാക്കിർ കൊടുവള്ളി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. മുതിർന്ന നേതാവ് ഷാനിയാസ് കുന്നിക്കോട് അവതരിപ്പിച്ച ഭാരവാഹികളുടെ പാനൽ യോഗം അംഗീകരിച്ചു. പ്രസിഡന്റായി ഷാജി ചുനക്കരിയെയും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നൌഷാദ് തൊടുപുഴയും ട്രഷററായി ഇബ്രാഹിം കണ്ണങ്കാറിനെയും തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, സെൽ ചെയർമാൻമാർ, വിവിധ സംസ്ഥാനങ്ങൾ കൺവീനർമാർ തുടങ്ങിയവരെയും യോഗം തെരഞ്ഞെടുത്തു. വീട്ടമ്മമാർക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി ജിദ്ദയിൽ കരിയർ ഗൈഡൻസും ഗൾഫ് ജോലി പരിശീലനവും സംഘടിപ്പിച്ചു. മോട്ടിവേഷണൽ സ്പീക്കറും ട്രെയിനറുമായ മുനീറ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ജൗഹറ മുഖ്യാതിഥിയായിരുന്നു. സെലീന മുസാഫിർ സംസാരിച്ചു. തൊഴിലഭിമുഖത്തിനുള്ള തയ്യാറെടുപ്പുകൾ, റെസ്യൂമി തയ്യാറാക്കൽ, ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിൽ സാധ്യതകൾ, കരിയർ വികസനം തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവരുടെ പ്രധാന വിഷയങ്ങളാണ് പരിശീലനം നൽകിയത്. ഗൾഫ് ഫോക്കസ് തുടരുന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സമാപനം. ഒറ്റ പോയിന്റ് വ്യത്യാസത്തിൽ പാലക്കാടിനെ മറികടന്ന് തൃശൂർ ജില്ല സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി. 1ാം സ്ഥാനത്തെത്തിയ ജില്ലയ്ക്കും സ്കൂളിനും 24ന്റെ ചാമ്പ്യൻസ് ട്രോഫി സമ്മാനിച്ചു. കാൽ നൂറ്റാണ്ടിന് ശേഷം കൗമാരകലയുടെ കനകകിരീടം വീണ്ടും കലയുടെ തലസ്ഥാനമായ തൃശൂരിലേക്ക്. അവസാന മത്സരം വരെ നീണ്ട പോരാട്ടത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് കിരീട നേട്ടം. 1999 നടന്ന കൊല്ലം കലോത്സവത്തിലാണ് തൃശൂർ മുൻപ് ജേതാക്കളായത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചലച്ചിത്ര താരങ്ങളായ ടൊവിനോ തോമസും ആസിഫ് അലിയും തൃശൂർ ജില്ലയുടെ ചുണക്കുട്ടികൾക്ക് സ്വർണ്ണക്കപ്പ് കൈമാറി. കേരള സ്കൂൾ കലോത്സവം 2024-25 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല 1008 പോയിന്റുമായി തൃശൂർ. ഒറ്റ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് തൃശൂർ പാലക്കാടിനെ അട്ടിമറിച്ചത്. കഴിഞ്ഞ വർഷം ജേതാക്കളായ കണ്ണൂരിന് 1003 പോയിന്റുമായി 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 1ാം സ്ഥാനത്തെത്തിയ ജില്ലയ്ക്കും സ്കൂളിനും 24ന്റെ ചാമ്പ്യൻസ് ട്രോഫി സമ്മാനിച്ചു. മന്ത്രി കെ രാജൻ ട്രോഫി വിദ്യാർത്ഥികൾക്ക് കൈമാറി.
21 വർഷം കിരീടം കുത്തകയാക്കി റെക്കോർഡിട്ട കോഴിക്കോട് 4ാം സ്ഥാനത്താണ്. ടീം 24 തിരുവനന്തപുരം. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CPIM നേതാക്കൾ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ നാളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. ഹൈക്കോടതി വിധിയെ CPIM സ്വാഗതം ചെയ്തു. മുൻ MLA KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് 2 വർഷം വരെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് വിലയിരുത്തിയാണ് നടപടി. ചെറിയ കാലയളവിലെ ശിക്ഷാവിധികൾ മരവിപ്പിക്കുന്നത് സംബന്ധിച്ച സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ ശിക്ഷാവിധി മരവിപ്പിക്കുന്നു എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കോടതി വിധിക്കെതിരെ നിയമപരമായി പോരാടുമെന്ന കൃപേഷിന്റെ പിതാവ് കൃഷ്ണനും സാക്ഷികളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണനും പ്രതികരിച്ചു. നമ്മൾക്കൊരു ഭീഷണിയാണ്, ഈ കുടുംബത്തിനൊക്കെ ഒരു ഭീഷണി. ഇവരൊക്കെ ഒരു ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട അതേ ഈ കൊല ചെയ്ത പോലെ തന്നെ ഇവരും ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട നേതാക്കന്മാരാണ്. ഇവർ എന്ത് ചെയ്യാനും മടിക്കൂല. ഈ ജാമ്യത്തിൽ ഇറങ്ങി വന്ന് ഇന്ന ഏത് കുടുംബക്കാരെ എതിരെ ഇവർ കുതിര കയറുമെന്ന് നമുക്കറിയില്ല. സാക്ഷി പറയാതാക്കും, അതിന് വേണ്ടുന്ന പരിപാടികളൊക്കെ നടത്തും. അതുകൊണ്ട് ഇപ്പോൾ ഇവർക്കെതിരെ സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരിൽ ആശങ്കയുണ്ട് ഈ കാര്യത്തിലൊക്കെ. വിധിയെ CPIM സ്വാഗതം ചെയ്തു. ഗൂഢാലോചന എന്ന കാര്യം CBI കോടതി തന്നെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ ശിക്ഷക്കെതിരായി ഫലപ്രദമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏതറ്റം വരെ പോകണോ ആ അറ്റം വരെ പോകുമെന്നാണ് ഇന്നലെ ഞങ്ങൾ പറഞ്ഞത്. അതിപ്പോൾ ഹൈക്കോടതി ആ ശിക്ഷ യഥാർത്ഥത്തിൽ ജാമ്യം നൽകുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് വളരെ ആശ്വാസകരമായൊരു കാര്യമാണ്. നേരത്തെ 4 പ്രതികളെ 5 വർഷം തടവിനും 10,000 രൂപ പിഴയ്ക്കും കൊച്ചി CBI കോടതി ശിക്ഷിച്ചിരുന്നു. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോബി സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീലുകൾ പരിഗണിച്ചത്. 24 കൊച്ചി. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആരോപണം ശക്തമാകുന്നതിനിടെ കുടുംബത്തെ സന്ദർശിച്ച് കോൺഗ്രസ് നേതൃത്വം. NM വിജയന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് സന്ദർശനത്തിന് ശേഷം KPCC ഉപസമിതി അംഗങ്ങൾ പ്രതികരിച്ചു. അതേസമയം മരണത്തിന് പിന്നാലെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ IC ബാലകൃഷ്ണൻ MLAക്ക് സംരക്ഷണം ഒരുക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് പോലീസ് കേസെടുത്തു. ആദ്യം DCC നേതാക്കളുമായി കൂടിക്കാഴ്ച, ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും TN പ്രതാപനും സണ്ണി ജോസഫും K ജയന്തും ഉൾപ്പെടുന്ന ഉപസമിതി അംഗങ്ങൾ NM വിജയന്റെ വീട്ടിലേക്ക്. കുടുംബത്തിന് പറയാനുള്ളത് കേട്ടുവെന്നും NM വിജയനൊപ്പമാണ് പാർട്ടിയെന്നും നേതാക്കൾ. അവരുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടു, അതെല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിനെങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്യും. അതൊക്കെ വരട്ടെ, അതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യങ്ങളാണ്, അത് പിറകെ വരും. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കാൻ KPCC ഉപസമിതി കുടുംബത്തോട് ആവശ്യപ്പെട്ടു. നേതാക്കൾ സഹായിക്കാമെന്ന് ഉറപ്പു നൽകിയതായും ഇതിൽ വിശ്വാസമുണ്ടെന്നും കുടുംബം. അവരുടേതായിട്ടുള്ള ഇതിൽ സംസാരിച്ചെല്ലാം തീരുമാനങ്ങളും നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് അവർ ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. ബാധ്യതകളും എല്ലാ പ്രശ്നങ്ങളും തീർക്കാം. വിഷയത്തിൽ നേതാക്കളുടെ പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കണമെന്ന് KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കുടുംബത്തിനൊപ്പമെന്ന നേതാക്കൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും NM വിജയന്റെ കത്തിൽ ഗുരുതര ആരോപണമുള്ള IC ബാലകൃഷ്ണൻ MLAയെ ന്യായീകരിക്കുകയാണ് നേതാക്കൾ. നിയമനക്കോഴ വിവാദത്തിലെ പരാതികളിൽ കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. എന്നാൽ IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് CPIM. 24 വയനാട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെതിരെ JPC യോഗത്തിൽ പ്രതിപക്ഷം. ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം തേടേണ്ടതുണ്ടെന്ന് K രാധാകൃഷ്ണൻ MP പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ പാർലമെന്റിൽ എതിർപ്പറിയിച്ച പ്രതിപക്ഷം ഇന്ന് ചേർന്ന JPC യോഗത്തിലും നിലപാട് ആവർത്തിച്ചു. ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ ഘടനയെ ബാധിക്കുന്നതുമാണ് ബില്ലെന്ന് യോഗത്തിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. സമിതി അംഗമായ K രാധാകൃഷ്ണൻ MPയും എതിർപ്പറിയിച്ചു. ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളും ഫെഡറൽ സംവിധാനങ്ങളും ഇന്ത്യയിലെ മറ്റ് സംവിധാനങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടി നിലവിലുള്ള സമ്പ്രദായം അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷനൊക്കെ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചുകൊണ്ട് വൺ നേഷൻ വൺ ഇലക്ഷനിലേക്ക് പോകുന്നത് നമ്മുടെ ഡെമോക്രാറ്റിക് സെറ്റപ്പിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഭാവിയിൽ നമ്മുടെ രാജ്യത്തെ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു സമീപനമാണ്. അതിനെതിരായിട്ടുള്ള സമീപനം തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്.
BJP MP PP ചൗധരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യ യോഗമാണിത്. മാറ്റത്തിന് വഴിവെക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭരണഘടനാ വശങ്ങൾ ചർച്ച ചെയ്ത സംയുക്ത സമിതി 90 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതാണ് സമിതിയുടെ ദൗത്യം. 24 ഡൽഹി. സർവകലാശാല VC നിയമനത്തിൽ ചാൻസലർക്ക് അമിതാധികാരം നൽകുന്ന UGC കരട് വിജ്ഞാപനത്തിനെതിരെ കേരളം. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം അനുവദിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. UGC നടപടി നിയമപരമായി നേരിടുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഗൂഢപദ്ധതിയാണ് 2025 UGC ചട്ടഭേദഗതി എന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. വൈസ് ചാൻസലർ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം പോലും ചാൻസലറുടെ അധികാരമാക്കി മാറ്റുന്ന പുതിയ മാനദണ്ഡങ്ങൾ ഫെഡറൽ തത്വങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. VC പദവിയിലേക്ക് അക്കാദമിക പരിചയമില്ലാത്തവരെയും നിയോഗിക്കാമെന്ന നിർദ്ദേശം സംഘപരിവാർ ആജ്ഞാനവർത്തികളെ എത്തിക്കാനുള്ള കുറുക്കുവഴിയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. UGC ചട്ടഭേദഗതിയെ നിയമപരമായി നേരിടാനാണ് സർക്കാരിന്റെ നീക്കം. കഴിയാവുന്ന എല്ലാ മാർഗേണയും ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം പ്രകടമാക്കും. നിയമപരമായും നമ്മുടെ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനുള്ള നീക്കങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. സർവകലാശാല VC നിയമനത്തിൽ ചാൻസലർമാർക്ക് അമിതാധികാരം നൽകുന്ന UGC കരട് വിജ്ഞാപനത്തിനെതിരെ CPIM പൊളിറ്റ് ബ്യൂറോയും രംഗത്തെത്തി. VC നിയമന വ്യവസ്ഥകൾ മാറ്റിയത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്നും CPIM PB ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.